ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത ഏക മലയാളി ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. എന്താണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണെന്നാണ് ചോദിച്ചത്. അത് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായരാണെന്ന് പറയാം. ഇനി സി ശങ്കരൻ നായരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1897 അമരാവതിയിൽ വെച്ച് കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷത വഹിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കണം. 1897 അമരാവതിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് INC പ്രസിഡന്റ് ആയത്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാല് അതും ആര് തന്നെയാണ്? സി ശങ്കരൻ നായരാണ് കേട്ടോ. ഇനി 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് സി ശങ്കരൻ നായർ രാജിവെക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വെക്കണേ. എന്നാണ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് സി ശങ്കരൻ നായർ. ഇനി ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ ഉത്തരവാദിയായ ജനറൽ മൈക്കൽ ഡയറിനെതിരെയും അതുപോലെ തന്നെ ക്രൂരമായ മാർഷൽ നിയമത്തിനെതിരെയും സർ ചേറ്റൂർ ശങ്കരൻ നായർ ഇംഗ്ലണ്ടിൽ ചെന്ന് കേസ് വാദിക്കുകയുണ്ടായി എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വെക്കണം. അപ്പോ ഏതാണ്? ഡയറിനെതിരെയും അതുപോലെ തന്നെ ക്രൂരമായ മാർഷൽ നിയമത്തിനെതിരെയും ഇംഗ്ലണ്ടിൽ ചെന്ന് കേസ് വാദിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാല് അതും സി ശങ്കരൻ നായരാണെന്നുള്ളത് ഓർത്തു വെക്കണം. ഇനി അടുത്തതായിട്ട് ഒരു മലയാളിയെ ഓപ്ഷനിൽ പറയുന്നുണ്ട് കെ മാധവൻ നായർ. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ് കെ മാധവൻ നായർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കെ മാധവൻ നായർ ആയിരുന്നു കേട്ടോ. അതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കെ മാധവൻ നായരാണ്. പിന്നീട് നമ്മളോട് ഓപ്ഷനിൽ പറയുന്ന ഒരു മലയാളിയാണ് കെ കേളപ്പൻ. 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് കെ കേളപ്പൻ നടത്തിയത് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് PSC. അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ നടത്തിയത്. എന്താണ്? 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് കെ കേളപ്പൻ നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കേട്ടോ. ഇനി 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചതും ആര് തന്നെയാണ്? അതും കെ കേളപ്പൻ തന്നെയാണ്. ഇനി അങ്ങാടിപ്പുറം തളി ക്ഷേത്ര സമരം, തിരുനാവായയിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതും കെ കേളപ്പൻ തന്നെയാണ്. പത്മശ്രീ നിരസിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതും കെ കേളപ്പനാണ്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഏതാണ്? തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥാപിച്ചത് കെ കേളപ്പനാണ്.